cancel culture, mob mentality, public shaming, boycotting. ലോ പറയുന്നത് അല്ലെങ്കിൽ എന്താണ് ലീഗൽ സിസ്റ്റം പറയുന്നത്, എന്താണ് ജുഡീഷ്യൽ $1 ട്രില്യൺ മോർ ആയിട്ടുള്ള ഒരു എക്കോണമി, എന്തൊക്കെ പറയുന്നു അതെല്ലാം ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന പബ്ലിക്, സാധാരണക്കാരായ ജനങ്ങൾ. ഇതെല്ലാം സത്യസന്ധമായ കാര്യങ്ങളല്ല. ഡാർക്ക് വെബ് അങ്ങനെയൊക്കെയുള്ള കൊറിയയിൽ നടക്കുന്ന ലൈഫ് തന്നെ സ്വയം ഇല്ലാതാക്കുന്ന സ്പെഷ്യലി സെലിബ്രിറ്റീസിൻ്റെ ഇടയിൽ വളരെ എവരിവൺ വെൽക്കം ബാക്ക് ടു അനദർ ടോപ്പിക് ഡിസ്കഷൻസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്നാൽ ക്യാൻസൽ കൾച്ചർ എന്തുകൊണ്ട് വർക്ക് ആകുന്നില്ല. അപ്പോൾ ഈ ക്യാൻസൽ കൾച്ചർ എന്ന് പറയുന്ന ഒരു സംഭവം, ഓക്കെ, ഞാൻ ഈ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇതിനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് മലയാളം ട്രാൻസ്ലേഷൻസ് ഞാൻ കുറേ റിസർച്ച് ചെയ്തു. എനിക്ക് എക്സാക്ട് മലയാളം വേർഡ്സ് കിട്ടാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇംഗ്ലീഷ് വാക്കുകൾ യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ ആസ് ഓൾവേസ് കറക്റ്റായിട്ട് മെസ്സേജുകൾ അയയ്ക്കുക ആൻഡ് കമൻറ്റ് ഇടുക. അതിൽ നിന്ന് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള എല്ലാം ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. എനിവേ, എൻ്റെ കപ്പാസിറ്റിയിൽ ഇരുന്നു കൊണ്ട് എനിക്കിത് ബെസ്റ്റായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എത്രയും എഫേർട്ട് ഇടുന്നതായിരിക്കും. ഓക്കെ, പിന്നെ അപ്പോൾ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. ക്യാൻസൽ കൾച്ചർ എന്താണ്, ക്യാൻസൽ കൾച്ചർ എന്തുകൊണ്ട് പഴയ പോലെ വർക്ക് ആകുന്നില്ല, കുറച്ച് എക്സാമ്പിൾസ് ഓഫ് ക്യാൻസൽ കൾച്ചർ, പിന്നെ മോബ് മെൻറ്റാലിറ്റി, പബ്ലിക് ഷെയ്മിങ്, ബോയ്കോട്ടിങ്, ഇതിനെയൊക്കെ കുറിച്ചിട്ട് ചെറിയൊരു ഡിസ്കഷൻ ആൻഡ് പേഴ്സണൽ എക്സ്പീരിയൻസസ് വിത്ത് റിഗാർഡ് ടു ക്യാൻസൽ കൾച്ചർ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് 4-5 പോയിന്റ്സ് ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോ മൊഡ്യൂൾ വഴി ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയുള്ള ആളുകളുമായിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യലി അക്കൗണ്ടബിലിറ്റി കൊടുക്കുന്ന ആളുകളുമായിട്ട് മാത്രമാണ്. പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഈ ഡിസ്കഷൻ ആപ്ലിക്കബിൾ അല്ല. ഡിസ്ക്ലെയിമർ ആയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ പറയുകയാണ്, ഇത് സോഷ്യൽ അറ്റാക്സിന് അഗെയിൻസ്റ്റ് മാത്രമാണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ക്യാൻസൽ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല. ലീഗൽ ബൈൻഡിങ് അല്ലെങ്കിൽ ജുഡീഷ്യറി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അത് നമ്മൾ എന്താണ് ലോ പറയുന്നത് അല്ലെങ്കിൽ എന്താണ് ലീഗൽ സിസ്റ്റം പറയുന്നത്, എന്താണ് ജുഡീഷ്യറി പറയുന്നത്, അതിന് നമ്മൾ ഏതൊരു സിറ്റിസനും ആ രാജ്യത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അതീതമായി മാത്രമേ സഞ്ചരിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതിനോട് ചേർന്ന് മാത്രമേ സഞ്ചരിക്കാൻ നമുക്ക് കഴിയുള്ളൂ. അപ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എനിക്കൊന്നും ഇവിടെ പറയാനില്ല. അതല്ലാത്ത സോഷ്യലി ഇറസ്പോൺസിബിൾ ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ ക്യാൻസലേഷൻ ഫിനോമിനനെ കുറിച്ചിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ ക്യാൻസൽ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനിഷൻ നോക്കുമ്പോൾ ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ ഈ ഒരു ഡെഫിനിഷനാണ് കണ്ടത്. ഇതിന് എന്താണ് അവരുദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയെയോ ഒരു പ്രസ്ഥാനത്തെയോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെയോ ഒക്കെ നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയുകയാണ്. അയാൾ ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചിട്ടോ അയാൾ പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലോ ഒരു സോഷ്യൽ ക്യാമ്പയിനിങ് നടക്കുകയാണ്. ആ വ്യക്തിയെയോ ആ പ്രസ്ഥാനത്തെയോ ഒക്കെ ക്യാൻസൽ ചെയ്യാനായിട്ട് ഒരു ബോയ്കോട്ടിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതൊരു പുതിയ ഫിനോമിനൻ അല്ല. ഇതൊക്കെ വർഷങ്ങളായി എല്ലാ രാജ്യങ്ങളിലും എല്ലാ ഇക്കോണമീസിലും എല്ലാ മാർക്കറ്റ്സിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫിനോമിനയാണ്. ഇന്ന് അത് നമ്മൾ ഫാൻസി നെയിമൊക്കെ ആയ ക്യാൻസൽ കൾച്ചർ എന്നൊക്കെ വെച്ച് പറയുന്നു എന്നൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ആൻഡ് സോഷ്യൽ മീഡിയയിൽ ഇത് കഴിഞ്ഞ ഒരു 4-5 ഇയേഴ്സ് ആയിട്ട് ഭയങ്കര റാമ്പൻ്റ് ആയിട്ട് ഭയങ്കര അഗ്രസീവായിട്ട് അല്ലെങ്കിൽ ഭയങ്കര വ്യാപ്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ആൻഡ് ഇത് ഒരുപാട് ഡിസ്കഷൻസിൽ സോഷ്യൽ മീഡിയയിൽ എസ്പെഷ്യലി വെസ്റ്റേൺ സിസ്റ്റത്തിലെല്ലാം വെസ്റ്റേൺ കൺട്രീസിലും ഈവൻ അതർ ഈസ്റ്റേൺ കൺട്രീസിലും വളരെ ചർച്ചയായ ഒരു ടോപ്പിക്കാണ് ക്യാൻസൽ കൾച്ചർ എന്നൊരു ടോപ്പിക്ക്. ഓക്കെ, അപ്പോൾ ഇതൊരിക്കലും നമ്മുടെ രാജ്യത്തോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിലോ നടക്കുന്ന ഒരു ഫിനോമിനൻ മാത്രമല്ല, ഇത് ലോകമെമ്പാടും നടക്കുന്ന ഒരു സംഭവമാണ്. ആൻഡ് ഇതൊരു പുതിയ സംഭവമല്ല. ഇത് വർഷങ്ങളായിട്ട് ഇതിൻ്റെ ഡിഫറെൻറ്റ് ഫോമാറ്റ്സിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി ഇത് അധികം ഇമ്പാക്റ്റ് ആകുന്നില്ല. ഇപ്പോൾ ക്യാൻസൽ കൾച്ചർ വർക്ക് ആകുന്നില്ല. ഓക്കെ, അത് ഭയങ്കര ആക്റ്റീവായിട്ട് ഒരുപാട് സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ ഒരുപാട് പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ലെങ്കിൽ ഓർഗനൈസേഷനെ ഇഫക്റ്റീവ്ലി ക്യാൻസൽ ചെയ്യാനും ബോയ്കോട്ട് ചെയ്യാനും കഴിഞ്ഞ കുറേ വർഷങ്ങളായി സോഷ്യൽ മീഡിയ വഴി സക്സസ്ഫുള്ളി ഇംപ്ലിമെൻറ്റ് ചെയ്ത ഒരു ഫോർമുല ഇപ്പോൾ റീസെൻ്റ്ലി അത് വർക്ക് ആകുന്നില്ല.
എന്തുകൊണ്ട് വർക്ക് ആകുന്നില്ല? കാരണം ആളുകൾ കുറച്ചും കൂടി സ്മാർട്ടായി തിങ്ക് ചെയ്യാൻ തുടങ്ങി. ഒരു $1 ട്രില്യൺ ഇക്കോണമിയാണ് സോഷ്യൽ മീഡിയ എന്നാണ് പറയപ്പെടുന്നത് വേൾഡ് ഓവർ. $1 ട്രില്യൺ മോർ ആയിട്ടുള്ള ഒരു എക്കോണമി ആയിട്ട് വലുതായി കഴിഞ്ഞു സോഷ്യൽ മീഡിയ, ഇൻക്ലൂഡിങ് യൂട്യൂബ്. അതായത് ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വളരെ ആക്റ്റീവായിട്ട് അതിൻ്റെ നെഗറ്റീവ്സും പോസിറ്റീവ്സും എല്ലാം ഒരുപാട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇത് പഴയ പോലെ എന്തൊക്കെ പറയുന്നു അതെല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ക്രൗഡല്ല. അതിനെ സ്വന്തമായി ചിന്തിച്ച് ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തിങ്ക് ചെയ്ത് റെസ്പോണ്ട് ചെയ്യാൻ, സ്മാർട്ടായി തിങ്ക് ചെയ്ത് റെസ്പോണ്ട് ചെയ്യാൻ സ്വയം ഇവോൾവ് ആയി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ നമ്മുടെ പബ്ലിക് പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്ന പബ്ലിക്, സാധാരണക്കാരായ ജനങ്ങൾ അല്ലേ. നമുക്ക് മനസ്സിലായി സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എല്ലാം സത്യസന്ധമായ കാര്യങ്ങളല്ല. അതിന് എല്ലാ റിയാലിറ്റിയിലും ഉള്ളതുപോലെ തന്നെ അതിനും വേറെ ഒരു മറുവശവും ഉണ്ട്. നമ്മൾ അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം ഓരോ ഡിസിഷൻസും എടുക്കാനെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ ക്യാൻസൽ കൾച്ചർ അത്രമാത്രം പഴയ പോലെ സക്സസ്ഫുൾ ആകുന്നില്ല. പിന്നെ അനദർ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കൺട്രീസ് അവരുടെ ഗവൺമെന്റ്സ് തന്നെ ആക്ഷൻസ് എടുത്തു തുടങ്ങി. ആൻറ്റി സോഷ്യൽ ആയിട്ടുള്ള ആളുകൾ വന്നിട്ട് കൂടുതൽ സോഷ്യൽ മീഡിയനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഈ റെക്കഗ്നിഷൻ അല്ലെങ്കിൽ ഈ IDs എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ ID എന്ന് ഉദ്ദേശിച്ചത് ഇലക്ട്രോണിക് IDs ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ അവരുടെ കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോംസ് അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ID ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഫോമാറ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ വരെ ആലോചിച്ചു തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. കാരണം ഗവൺമെന്റിന് വരെ ഇതൊരു പ്രോബ്ലമായി തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. കാരണം ആൻറ്റി സോഷ്യൽ എലിമെന്റ്സ് ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻഷ്യൽ പ്ലാറ്റ്ഫോംസിൽ വന്നിട്ട് ആൻറ്റി സോഷ്യൽ ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഈവൻ ഗവൺമെന്റ്സ് വരെ റിയലൈസ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഓരോ പദ്ധതികൾ ഈവൻ ഗവൺമെന്റ്സും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു വേൾഡ് ഓവർ. ഓക്കെ, അപ്പോൾ അതൊരു റീസൺ ആണ്. തേർഡ് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ബിക്കോസ് ആൻറ്റി സോഷ്യൽസിനെ നമ്മുടെ സൊസൈറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റോ സോഷ്യൽ പ്ലാറ്റ്ഫോംസിൽ നിന്ന് ഇല്ലാതെയാക്കാൻ ശ്രമിച്ചു എന്നതിൻ്റെ അർത്ഥം അവർ ഇല്ലാതായി എന്നല്ല. അവർ വേറെ പ്ലാറ്റ്ഫോംസ് നോക്കി പോയി തുടങ്ങിയിരിക്കുന്നു. അവർക്ക് കുറച്ചും കൂടി കൺവീനിയന്റ് ആയിട്ടുള്ള ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ആൻറ്റി പബ്ലിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് തുടരാൻ പറ്റിയ പ്ലാറ്റ്ഫോംസ് അവർ ഇൻവെന്റ് ചെയ്തിട്ട് അവിടേക്ക് അവർ ഷിഫ്റ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ ആക്റ്റീവ് അല്ല എന്നതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അവരുടെ ക്യാൻസൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ക്യാൻസൽ കൾച്ചർ അവർക്ക് മെയിൻ സ്ട്രീം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആയ യൂട്യൂബിലോ ബാക്കിയുള്ള പ്ലാറ്റ്ഫോംസിലോ അവർക്ക് സക്സസ്ഫുൾ ആയി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നതിൻ്റെ അർത്ഥം അവരിവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നല്ല. അവർ വേറെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി പോയിക്കൊണ്ടിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ ഡാർക്ക് വെബ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ബട്ട് എനിക്കറിയാം ഒരുപാട് ആളുകൾക്ക് അറിയുന്നതായിരിക്കും ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആളുകൾ അവിടേക്ക് ഷിഫ്റ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള റീസൺസ് കൊണ്ടാണ് പഴയ പോലെ ഒരു ക്യാൻസൽ കൾച്ചർ. ഓക്കെ, എനിക്ക് ഈ ബിസിനസ്സിനെ തകർക്കണം, അല്ലെങ്കിൽ എനിക്ക് ഈ വ്യക്തിയെ തകർക്കണം, എനിക്ക് ഈ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളെ തകർക്കണം എന്ന് വിചാരിച്ച് വരുന്ന ഒരാളുകൾക്ക് അത്രയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പഴയ പോലെ പറ്റുന്നില്ല. ബിക്കോസ് ഇതാണ് അതിനുള്ള ഒരു റീസൺ. അതായത് മെജോറിറ്റി ആളുകൾ റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു സോഷ്യൽ മീഡിയയ്ക്ക് അത്രയ്ക്ക് ഡെപ്തായിട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അതൊരു സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഒരു വേൾഡാണ്. അധികം സിൻസിയർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ നിന്ന് അധികം വരുന്നില്ല എന്നൊരു കോൺസെപ്റ്റ് കൂടുതൽ ആളുകൾ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നു. പക്ഷേ ഇങ്ങനെ ഒരു മാറ്റം നല്ലതാണ്. കാരണം കൂടുതലും റിഫൈൻഡ് ആയിട്ടുള്ള മെറ്റീരിയൽ അത് ആളുകൾക്ക്, ക്രിയേറ്റേഴ്സിന് കൂടുതൽ പബ്ലിക്കിലേക്ക് കൊടുക്കാൻ കഴിയും. അപ്പോൾ ആളുകൾ കൂടുതൽ ജെന്യൂൻ ആയിട്ടുള്ള കണ്ടന്റ് അല്ലെങ്കിൽ ഒരു സിൻസിയർ ആയിട്ടുള്ള കണ്ടന്റ് കിട്ടാതെ ആയി കഴിഞ്ഞാൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് സോഷ്യൽ മീഡിയയ്ക്ക് ആളുകൾ കൊടുക്കുകയുള്ളൂ അല്ലേ. കൺസിസ്റ്റൻ്റ്ലി ഒരു ഡെപ്ത് അല്ലെങ്കിൽ സിൻസിയർ ആയിട്ടുള്ള കണ്ടന്റ് ഒരു മീഡിയയ്ക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾ അതിലേക്ക് അധികം വിശ്വാസം കൊടുക്കില്ല. കാരണം അവർക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു അതിലൊരു ഡെപ്ത് ഇല്ല, അതിലൊരു സിൻസിയറിറ്റി ഇല്ല, അതൊരു ജെന്യൂൻ ഇല്ലാത്ത കണ്ടന്റ് ആണ് എന്ന്. അപ്പോൾ അതും ഒരു വൺ ഓഫ് ദ ഫാക്ടേഴ്സ് ആണ്. മീഡിയ വഴി വരുന്ന കണ്ടന്റിനെ അധികമായിട്ട് കൺസിഡർ ചെയ്യാത്തതിൻ്റെ ഒരു റീസൺ ഇതും കൂടിയാണ്. അപ്പോൾ കഴിയുന്നതും മീഡിയ ആയാലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആയാലും കുറേ കൂടി ജെന്യൂൻ ആയിട്ടുള്ള കണ്ടന്റ് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ആ ഒരു ട്രസ്റ്റ് പഴയ പോലെ ബിൽഡ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കും
എന്ന് ഞാൻ കരുതുന്നു. ഇതെല്ലാം എൻ്റെ പേഴ്സണൽ പോയിന്റ്സ് ആണ്. ലൈക്ക് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ സെഞ്ച്വറീസ് ആയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് പബ്ലിക് ഷെയ്മിങ് അല്ലെങ്കിൽ ബോയ്കോട്ടിങ് അല്ലേ. ഈ വേർഡൊക്കെ നമ്മൾ ഹിസ്റ്ററിയിലും എല്ലാം പഠിച്ചിട്ടുള്ള വാക്കുകളാണ്. പബ്ലിക് ഷെയ്മിങ്ങിനേക്കാളും ബോയ്കോട്ടിങ് എന്നുള്ളത് പലർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു വാക്കായിരിക്കാം. കാരണം ഇതൊക്കെ നമ്മൾ ഹിസ്റ്ററി ബുക്സിലെല്ലാം പഠിച്ചിട്ടുള്ള കാര്യം. ബോയ്കോട്ടിങ് എന്ന ഫെനോമെന എങ്ങനെയാണ് ഒരു ബിസിനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതൊരു പബ്ലിക്കിൽ എന്തൊരു ഇമേജ് ആണ് കൊടുക്കുന്നത് എന്നൊക്കെ ഇതൊക്കെ ഹിസ്റ്ററി പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവം. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഇപ്പം എനിക്കൊരു കൊറിയയിൽ നടക്കുന്ന ഇങ്ങനെയുള്ള ചർച്ചകൾ ഞാൻ ശ്രദ്ധിക്കാനിടയായി. അപ്പോൾ അവിടെ അവരെന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇൻഫ്ലുവൻഷ്യൽ ആണ്. ആ ഒരു പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻ ഡൗൺ ആയി കഴിഞ്ഞാൽ അത് അവരുടെ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ അവരുടെ പോപ്പുലർ ആയിട്ടുള്ള ആളുകളിനെ അല്ലെങ്കിൽ ബിസിനസ് ഫാമിലീസ് അല്ലെങ്കിൽ ബിസിനസ്സുകളെ ഒരുപാട് ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അവരുടെ രാജ്യത്തെല്ലാം പബ്ലിക് ഒപ്പീനിയന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ആൻഡ് ഇവരുടെ സർവൈവൽ തന്നെ പബ്ലിക് ഒപ്പീനിയനായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ ഇവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. പബ്ലിക് ഒപ്പീനിയൻ ലൂസായി കഴിഞ്ഞാൽ, പബ്ലിക് ഇമേജ് ലൂസായി കഴിഞ്ഞാൽ ഇവരുടെ കരിയർ, ഇവരുടെ ഫിനാൻഷ്യൽ സോഴ്സ്, ഇവരുടെ ലൈഫ് തന്നെ തകർന്ന രീതിയിലായി പോയിട്ട് അവർ സ്വയം ഇല്ലാതാക്കുന്ന സിറ്റുവേഷൻസ് വരെ എസ്പെഷ്യലി സെലിബ്രിറ്റീസിൻ്റെ ഇടയിൽ വളരെ കൂടുതലാണ്. കാരണം അവരുടെ കൺട്രീസിലെ കൾച്ചർ അങ്ങനെയാണ്. അവരുടെ എല്ലാം പബ്ലിക് ഒപ്പീനിയൻ ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ പബ്ലിക്ലി ഒരു സെലിബ്രിറ്റിയുടെയോ ബിസിനസ് ഹൗസിൻ്റെയോ പൊളിറ്റിക്കൽ പാർട്ടിയുടെയോ ഒക്കെ ഇമേജ് തകർന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു സർവൈവലേ ഇല്ല. ഒരു കംബാക്കിനെ കുറിച്ച് പോലും ചിന്തിക്കാനുള്ള സിറ്റുവേഷൻ പോലും ഇല്ലാത്ത രാജ്യങ്ങളാണെന്നാണ് അവിടെയുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് പറയുന്നത്, ക്യാൻസൽ കൾച്ചറിനെ കുറിച്ച് പറയുന്നത്. അവിടെ ഒരുപാട് സെലിബ്രിറ്റീസ് അതുകൊണ്ട് തന്നെ സ്വയം ഇല്ലാതെയായ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. കാരണം അവർക്ക് പബ്ലിക് സ്ക്രൂട്ടിനി ഹാൻഡിൽ ചെയ്യാനോ ഒരു കംബാക്കിന് വേണ്ടി ശ്രമിക്കാനോ ഉള്ള സിറ്റുവേഷൻ പോലും ഇല്ല. അല്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാനുള്ള മാനസികമായ ഒരു കരുത്തില്ലാതെ തകർന്നു പോയ ഒരുപാട് എക്സാമ്പിൾസ് പല രാജ്യങ്ങളിലും പല ആളുകളും ഈ ക്യാൻസൽ കൾച്ചർ ഓറിയൻറ്റഡ് ആയിട്ട് റിസർച്ച് ചെയ്ത് നോക്കുമ്പോൾ എനിക്കത് കാണാൻ കഴിഞ്ഞു. ഇതൊരു റാമ്പൻ്റ് ആയിട്ടുള്ള ചർച്ചയായിട്ട് നടത്തിയതായിട്ട് കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമ്പിൾസ് എന്ന് പറയാൻ നമുക്ക് കഴിയും. പേഴ്സണൽ എക്സ്പീരിയൻസസ് റിലേറ്റഡ് ടു ക്യാൻസൽ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൽ ഇത് വളരെ അധികം ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു ഫോമാറ്റാണ്. ഓക്കെ, അതിന് പോകുന്നതിന് മുന്നേ തന്നെ അഡ്രസ്സ് ചെയ്യേണ്ട 1-2 കാര്യങ്ങളാണ് പബ്ലിക് ഷെയ്മിങ്, ബോയ്കോട്ടിങ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ബോയ്കോട്ടിങ് ഞാൻ പറഞ്ഞതുപോലെ ഓൾറെഡി അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞു. പബ്ലിക് ഷെയ്മിങ് എല്ലാം വർഷങ്ങളായിട്ട് ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു ഫോമാറ്റാണ്. ആളുകളെ പബ്ലിക്കലി വെച്ചിട്ട് ഷെയിം ചെയ്യുക, എന്നിട്ട് അവരുടെ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ പബ്ലിക് ഇമേജ് തകർത്തിട്ട് അവരുടെ ഫിനാൻഷ്യൽ സോഴ്സുകൾ ഇല്ലാതാക്കിയിട്ട് അവരാണ് വാട്ട് എവർ റീസൺസ് അവരുടെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി ഇല്ലാതാക്കുന്ന ഒരു ഫോമാറ്റ്. അതിനെയാണ് പബ്ലിക് ഷെയ്മിങ്, ബോയ്കോട്ടിങ്. ബോയ്കോട്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെയോ ഏതൊരു ആളുടെയോ അവരുടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ യൂസ് ചെയ്യാതെ ബോയ്കോട്ട് ചെയ്യുന്നതിനെയാണ് ബോയ്കോട്ടിങ് എന്ന് പറയുന്നത്. ഇതിൻ്റെ വേറൊരു ഫോമാറ്റാണ് മോബ് മെൻറ്റാലിറ്റി. മോബ് മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൾ അല്ലെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഒരേ രീതിയിൽ ചിന്തിച്ചിട്ട് ഒരു ജസ്റ്റിസിനെ സ്വന്തം കയ്യിൽ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എസ്പെഷ്യലി എഡ്യൂക്കേറ്റഡ് അല്ലെങ്കിൽ നമ്മുടെ കൺട്രി അല്ലെങ്കിൽ ഏതൊരു സിസ്റ്റത്തിനെയും റെസ്പെക്റ്റ് ചെയ്യുന്ന വ്യക്തികൾ ഒരിക്കലും ഒരു മോബ് മെൻറ്റാലിറ്റി എന്നൊരു കോൺസെപ്റ്റിനെ നമുക്ക് ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം അതൊരു സിസ്റ്റത്തിൻ്റെ തന്നെ ഒരു ബാക്ക് ബോൺ ആയ ഒരു കൺട്രിയുടെ ബാക്ക് ബോൺ ആണ് അവരുടെ ഏതൊരു സിസ്റ്റം. എതിരായിട്ട് നമ്മളൊരു മോബ് അല്ലെങ്കിൽ ഒരു കൂട്ടത്തെ സംഘടിച്ചിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അതൊരു വളരെ നെഗറ്റീവായിട്ട് എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ നമുക്ക് ഒരിക്കലും എൻകറേജ് ചെയ്യാൻ പറ്റില്ല. എന്താണോ ചെയ്യേണ്ട കാര്യങ്ങൾ അത് വ്യക്തമായിട്ട് ചെയ്യുക. അല്ലാതെ നമ്മൾ എല്ലാവരും സ്വയം തീരുമാനിച്ചിട്ട് ജസ്റ്റിസ് എക്സിക്യൂട്ട് ചെയ്യാനോ നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മുടെ സിസ്റ്റത്തിനെ തന്നെ ഇല്ലാതാക്കുന്ന, സിസ്റ്റം ഇല്ലാതെയായി കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ കോർ തന്നെ, ബാക്ക് ബോൺ തന്നെ ഇല്ലാതാക്കുന്ന ഒരു ആക്ഷൻസായി മാറുകയാണ്. മോബ് മെൻറ്റാലിറ്റി ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ എൻകറേജ് ചെയ്യാനോ പോകാതെ ഇരിക്കുക എന്നുള്ളതാണ് ഏതൊരു എഡ്യൂക്കേറ്റഡ് അല്ലെങ്കിൽ ഒരു ഡെവലപ്ഡ് സൊസൈറ്റിയുടെ ഒരു മെയിൻ മാനദണ്ഡം. ഇപ്പം എനിക്കൊരു എതിരാളിയുണ്ട്, അയാളെ ഞാൻ ലീഗൽ സിസ്റ്റം ഉപയോഗിക്കാതെ ഞാൻ സ്വയം തീരുമാനിച്ച ഒരു കുറ്റം ചാർത്തുക ആൻഡ് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു മോബ് മെൻറ്റാലിറ്റിയുടെ ഒരു എക്സാമ്പിൾ. പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേറ്റ്സിലും കോമ്പറ്റീഷൻ
അല്ലേ? ഇപ്പോൾ ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ അതിനെപ്പോഴും വേറൊരു ബിസിനസ്സും അതിനൊപ്പം വളർന്നു വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ പലർക്കും ഹെൽത്തി കോമ്പറ്റീഷൻസ് ഉള്ള ബിസിനസ്സസ് ഉണ്ട്, അൺഹെൽത്തി കോമ്പറ്റീഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ബിസിനസ്സസ് ഉണ്ട്. അപ്പോൾ അൺഹെൽത്തി കോമ്പറ്റീഷൻസ് കൊണ്ടുവരുന്ന ആളുകൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്മിയർ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യാണ് അടുത്ത ബിസിനസ്സിനെ കുറിച്ചിട്ട്. സ്മിയർ ക്യാമ്പയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്ത കുറച്ച് കഥകൾ പ്രചരിപ്പിക്കാം അവരുടെ കോമ്പറ്റീറ്റീവ് കമ്പനീനെ കുറിച്ചിട്ട്. അങ്ങനെ ആ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ തകർത്ത് മാർക്കറ്റിൽ അതിൻ്റെ വാല്യൂ ഇല്ലാതെ ആക്കിയിട്ട് ആ ബിസിനസ്സിനെ തകർക്കുക. അപ്പോൾ ഇതൊക്കെ ബിസിനസ്സിലും കോർപ്പറേറ്റ്സിലും അല്ലെങ്കിൽ കോർപ്പറേറ്റിലുള്ള അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് കമ്പനിയിലുള്ള ഒരു ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചിട്ടോ ഒരു സീനിയർ പൊസിഷനിലുള്ള ഒരു വ്യക്തിയെ കുറിച്ചിട്ടൊക്കെ ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ചിട്ട് ആ ബിസിനസ്സിനെയോ ആ വ്യക്തിനെയോ ആ വ്യക്തി വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. അപ്പോൾ ഇതൊക്കെ സ്മിയർ ക്യാമ്പയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് പല കമ്പനികളും പല ഓർഗനൈസേഷൻസിലും വർക്ക് ചെയ്യുന്ന അൺഹെൽത്തി കോമ്പറ്റീഷനായിട്ട് നമ്മളിത് കൺസിഡർ ചെയ്യുന്നു. പക്ഷേ ഇത് അൺഹെൽത്തി കോമ്പറ്റീഷൻ ആണ് എന്ന് കരുതിയിട്ട് ഇതില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ റാമ്പൻ്റ് ആയിട്ട് ആളുകളും കോർപ്പറേഷൻസും ചെയ്തു വരുന്ന ഒരു സംഭവം തന്നെയാണ്. പിന്നെ എന്തുകൊണ്ട് ഗവൺമെൻറ്റ്സ് സ്ട്രിക്റ്റ് ആക്ഷൻസ് എടുക്കുന്നില്ല എന്നുള്ള ഒരു ചോദ്യം വളരെ വാലിഡാണ് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരു പവറിലുള്ള ആൾ അല്ലെങ്കിൽ ഒരു വെൽത്തി ആയിട്ടുള്ള ആൾ അയാൾക്ക് തെറ്റുകൾ ചെയ്യാൻ ചാൻസസ് കൂടുതലാണ്. പക്ഷെ ഇങ്ങനെയുള്ള ഒരു അക്കൗണ്ടബിലിറ്റി പബ്ലിക് അക്കൗണ്ടബിൾ ആകുക എന്നൊരു സിറ്റുവേഷൻ അല്ലേ, ആൾക്ക് കുറച്ച് പബ്ലിക്കിന് ഭയമുണ്ടെങ്കിൽ അയാൾ എടുക്കുന്ന ഡിസിഷൻസ് കുറച്ചും കൂടി അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കും. അക്കൗണ്ടബിൾ ആയിട്ടുള്ള ആക്ഷൻസ് ആൻഡ് റിയാക്ഷൻസ് അയാൾ സമൂഹത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് ലീഗൽ സിസ്റ്റംസ് ബിലീവ് ചെയ്യുന്നത്. ഇപ്പം ഞാനൊരു ബിസിനസ് പേഴ്സൺ ആണെങ്കിൽ ഞാൻ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും സോഷ്യലി ഇതെങ്ങനെ ആക്സെപ്റ്റ് ചെയ്യപ്പെടും, സോഷ്യലി ഇതിനെ ആക്സെപ്റ്റ് പെടുമോ ഇല്ലയോ എന്നൊക്കെ ചിന്തിച്ചിട്ട് ഞാൻ തീരുമാനങ്ങൾ എടുക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അതിനാണ് അക്കൗണ്ടബിലിറ്റി അല്ലെങ്കിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ നമ്മൾ കോർപ്പറേറ്റ് വേൾഡിൽ ഉപയോഗിക്കുന്ന ചില വാക്കുകളാണ് ഇതെല്ലാം. അപ്പോൾ ഇതൊക്കെ എത്രമാത്രം യൂസ്ഫുൾ ആണ് എന്നെനിക്കറിയില്ല. നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്തിട്ട് എന്നോട് പറയുക ഇതൊക്കെ എത്രമാത്രം യൂസ്ഫുൾ ആണ് യൂസ്ഫുൾ അല്ല എന്നൊക്കെ ഉള്ളതിനെ പറ്റിയിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനിവിടെ എല്ലാ പോയിന്റ്സും ഡിസ്കസ് ചെയ്തു എന്ന് തോന്നുന്നു. സോ ആസ് ഓൾവേസ് താങ്ക് യു ഫോർ സ്പെൻഡിങ് യുവർ ടൈം ഹിയർ. അണ്ടിൽ വി മീറ്റ് നെക്സ്റ്റ് ടൈം. ബൈ.